നമസ്കാരം. നമ്മളുടെ കൈകളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ കോർ മസിൽസിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിനും കാലിൻ്റെ വഴക്കം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു എക്സർസൈസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരല്പം അഡ്വാൻസ് ലെവലുള്ള എക്സർസൈസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്ക് പ്രോബ്ലംസ് ഉള്ളവർ ഇത് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ ഫോർ ഹാൻഡ് പൊസിഷനിലേക്ക് വരിക. ശ്വാസമെടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി, ശ്വാസം വിട്ട് ഇതുപോലെ കാലിൻ്റെ മുട്ടുകൾ ഉയർത്തി കാലിൻ്റെ വിരലുകളിലേക്ക് നോക്കുക. ദെൻ ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് ഉയർത്തുക, കാലിൻ്റെ പത്തി കൂർത്തിരിക്കണേ. ശ്വാസം വിട്ടുകൊണ്ട് വലത് കാലിൻ്റെ മുട്ടൊന്ന് മടക്കി നമ്മുടെ പ്ലാങ്ക് പോസ്റ്ററിലേക്ക് വരുന്നു. നിങ്ങൾക്കൊന്നെങ്കിൽ താഴെ നോക്കാം, അല്ലെങ്കിൽ രണ്ടടി മുന്നിൽ നോക്കാം, അല്ലെങ്കിൽ നോട്ടം നേരെ. ഓക്കെ, നമുക്ക് ദൃഷ്ടി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ട് തന്നെ യോഗയിലുള്ളതാണ്. അപ്പോൾ മുട്ടിതുപോലെ കൈമുള്ളിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുന്നു. ദെൻ ശ്വാസം എടുത്ത് കാലിപ്പുറയിലേക്ക് ഇതുപോലെ നീട്ടുക. ഓക്കെ, പ്ലാങ്ക് പോസ്റ്ററിൽ ഇതുപോലെ നീട്ടി പിടിക്കുന്നു. നമ്മുടെ വയറിലെ മസിൽസ് കോൺട്രാക്ട് ചെയ്ത് പിടിക്കണേ. വീണ്ടും ശ്വാസം വിട്ട് ഇതുപോലെ ടച്ച് ചെയ്യുക. ദെൻ ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും ടച്ച് ചെയ്യുന്നു. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് ടച്ച് ചെയ്യും. ദെൻ ശ്വാസം എടുത്ത് കാലിതുപോലെ ഉയർത്തുന്നു. ശ്വാസം വിട്ട് പതിയെ താഴെ വയ്ക്കും. ദെൻ മുട്ടുകാലൊന്ന് താഴെ പതിക്കുന്നു. ശ്വാസം എടുത്ത് തല ഉയർത്തി പതിയെ ചൈൽഡ് പൊസിഷനിലേക്ക് വരിക. സാധാരണ ശ്വാസത്തിൽ ഒന്ന് റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യുക. ഒരു ദിവസം 10 തവണയോ അല്ലെങ്കിൽ 20 തവണയോ വെച്ച് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ശരീരത്തിന് പുഷ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിന് അറിയുക, അതനുസരിച്ച് ഓരോ ദിവസം ഗ്രാജുവലായിട്ട് നമ്മുടെ കൗണ്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.